പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്, കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾക്ക് കാരണം എന്താ? ദൈവശബ്ദം കേൾക്കാത്തതാണോ? അതോ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഈ പരാജയത്തിലേക്ക്, ഈ പടുകുഴിയിലേക്ക് വീണു പോയത്? എന്നാൽ ഞാൻ പറയും ദൈവമക്കളെ, ദൈവശബ്ദം കേൾക്കാത്തതല്ല നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾക്ക് കാരണം. ദൈവം ഇന്നും വചനങ്ങളിലൂടെ, ദൈവദാസന്മാരിലൂടെ, ജീവിത അനുഭവങ്ങളിലൂടെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രതികരണം, റെസ്പോൺസുകളാണ് നമ്മളെ പലപ്പോഴും പരാജയങ്ങളിലേക്ക് കൊണ്ടിടുന്നത്. യിരെമ്യാവിന്റെ പുസ്തകം 42-43 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും യഹൂദയുടെ ഒരു ശേഷിപ്പ്. ബാബിലോൺ പിടിച്ചുകൊണ്ടുപോയി അടിമത്തത്തിൽ വെച്ച് അതിനകത്ത് ശേഷിച്ചിരുന്നവർ യിരെമ്യാ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുക, യിരെമ്യാവേ, നീ ദൈവസന്നിധി ചോദിക്കണം, ഞങ്ങൾ എവിടെ പാർക്കും, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ദൈവസന്നിധി ചോദിച്ച യിരെമ്യാവ് വന്ന് അവരോട് മറുപടി പറഞ്ഞു. ദൈവം പറയും, നിങ്ങൾ ഇവിടെ തന്നെ പാർക്കണം, നിങ്ങൾ ഈജിപ്തിലേക്ക് പോകരുത്, നിങ്ങൾ ഇവിടെ പാർക്കണം, നിങ്ങളുടെ ദൈവം നിങ്ങളെ സംരക്ഷിക്കും. എന്നാൽ അതിനുള്ള മറുപടി, അതിൻ്റെ റെസ്പോൺസ് ഒന്ന് ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. അവിടെ ആ ശേഷിച്ചിരുന്നവർ പറയുക, യിരെമ്യാവേ, നീ ഭോഷ്ക് പറയുന്നു, ഞങ്ങളുടെ ദൈവം ഇങ്ങനെയൊന്നും പറയത്തില്ല. കാരണം ഞങ്ങൾ ഇവിടെ പാർത്താൽ ബാബിലോൺ വന്നാൽ ഞങ്ങളെ ആർ സംരക്ഷിക്കും? അതുകൊണ്ട് ഞങ്ങൾ ഈജിപ്തിലേക്ക് പോകും. കാരണം അവിടെ രാജാവിൻ്റെ സംരക്ഷണം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് കുതിരപ്പടകളും ചേകവന്മാരും ഞങ്ങളെ സംരക്ഷിക്കുവാനുണ്ട്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണമേ. യിരെമ്യാവ് പറഞ്ഞു, നിങ്ങൾ അവിടേക്ക് മടങ്ങിപ്പോയാൽ അവിടെയും ബാബിലോൺ വന്ന് നിങ്ങളെ കൊന്നുകളയും, പലരെയും പ്രവാസത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകും. എന്നാൽ അവർ അത് കേട്ടില്ല. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, യിരെമ്യാവിൻ്റെ അരുളപ്പാട്, ദൈവം കൊടുത്ത അരുളപ്പാട് അതേപടി സംഭവിച്ചു. എന്നാൽ ഒന്ന് ശ്രദ്ധിക്കണമേ, എന്തുകൊണ്ടാണ് അവരുടെ ജീവിതം പരാജയത്തിനകത്ത്, നഷ്ടത്തിനകത്ത് അവസാനിച്ചത്? ദൈവത്തിൻ്റെ അരുളപ്പാടില്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. ദൈവം അരുളി ചെയ്തു, എന്ത് പറഞ്ഞോ? നിങ്ങൾ ഇവിടെ തന്നെ പാർക്കണം, നിങ്ങളെ ഞാൻ സംരക്ഷിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ തൻ്റെ ബുദ്ധി കൊണ്ട് അളന്നപ്പോൾ അവർക്കതൊരിക്കലും ലോജിക്കലി ഒത്തുപോകുവാൻ സാധിച്ചില്ല. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ഇന്നും നമ്മളോട് സംസാരിക്കുന്നു പല സന്ദർഭങ്ങളിൽ. ഇന്നും നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നു, വാഗ്ദത്തങ്ങൾ കേൾക്കുന്നു. പക്ഷേ ആ വാഗ്ദത്തത്തിനകത്ത് നിൽക്കുവാൻ, പ്രാപിക്കുവാൻ ഇടവരാത്തതിൻ്റെ കാരണം ആ വാഗ്ദത്തങ്ങളെ നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്നു നോക്കുകയാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവസന്നിധി, ദൈവം തന്ന വാഗ്ദത്തങ്ങൾക്കകത്ത് നിങ്ങളുടെ ബുദ്ധിയെ മാറ്റിവെച്ചുകൊണ്ട് ദൈവസന്നിധി ഒരു ചെറിയ കുഞ്ഞിനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് വഴി നടത്തുമെന്ന് പറഞ്ഞാൽ ദൈവം വഴി നടത്തും. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് കാരണമായി തീരും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.